നിർത്തി, ഞാൻ നിർത്തി. രാവിലെ പേപ്പറിലുണ്ടായിരുന്നു, വായിച്ചില്ലേ? ഇല്ലേ. ഇക്കാലത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം ചെയ്താൽ അത് ഉപദ്രവമായിട്ട് സ്വന്തം തലയിൽ തന്നെ വന്ന് വീഴും. ഉദാഹരണത്തിന് അണ്ണൻ ബൂമറാങ് എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ലേ. വെരി ഗുഡ്. ആഹാരം തേടി അലയാനല്ലാതെ അറിവ് സമ്പാദിക്കാനുള്ള ഭാഗ്യം നമ്മൾ ഇന്ത്യൻസിനില്ലല്ലോ, അല്ലേ? ഇല്ല. എന്നാ ദൂരെ ഓസ്ട്രേലിയ എന്നൊരു രാജ്യത്ത് ബൂമറാങ് എന്നൊരു ക്രാപ്പ് ഉണ്ട്. അത് അങ്ങോട്ട് എറിയുന്നതിന്റെ അടുത്ത് തന്നെ തിരിച്ചു വരും. നിർത്തി, പരസഹായം നിർത്തി. നാറികളുടെ നാട്ടിൽ പരനാറിയായി തന്നെ ജീവിക്കാൻ തീരുമാനിച്ചു. എന്ത് പറ്റി നാട്ടുകാരാ? എന്റെ ചേട്ടാ, വെള്ളത്തിൽ വീണ് ചാവാൻ പോയ കൊച്ചിനെ രക്ഷിച്ച് ഞാൻ ആശുപത്രിയിൽ എത്തിച്ചു. ആ കൊച്ചിനൊന്നും വരുത്തരുതെന്ന് ദൈവത്തോട് മനമുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോ അവിടെ കയറി വന്നൊരു കിളവൻ കഴിവേറി എനിക്ക് കൂലി നിശ്ചയിച്ചു. 50 ഏക്കർ അവന്റെ ചായത്തോട്ടം. ഓ, മേലൂര് പ്രഭാകര മേനോനായിരിക്കും. അങ്ങേരുടെ മോടെ കുട്ടി വെള്ളത്തിൽ വീണെന്ന് കേട്ടു. ഏത് മോനല്ലേ എനിക്കെന്താ? റിസർവ് ബാങ്കിൽ നിന്ന് അടിച്ചിറക്കുന്ന കുറെ മുദ്ര കല്ലാസല്ലേ ഉള്ളൂ, ദൈവമൊന്നും അല്ലല്ലോ. അപ്പൊ തന്നെ 2 വാക്ക് പറഞ്ഞിട്ട് പോരണ്ടേ? പറയും, ഫേസ് നോക്കി തന്നെ പറയും. ഏത് തമ്പുരാന്റെ അടുത്ത് ഞാൻ പറയും. ചില്ല് വേണനിരിക്കുന്ന പുല്ല്, നന്ദിയില്ലാത്ത മേനോനെ ഇങ്ങോട്ട് ഇറങ്ങി വരാൻ. സച്ചിദാനന്ദം പഠിപ്പിക്കാം പൗരധർമ്മം. എനിക്ക് 50 ഏക്കർ ചായത്തോട്ടല്ലേ, പിന്നെ ഞാനിവിടെ ചായക്കട തുടങ്ങാൻ വന്നതല്ലേ. കമോൺ ഓൾഡ് മാൻ, എങ്ങനെയും കാശുണ്ടാക്കാവുന്ന ഒരു സോഷ്യൽ സെറ്റപ്പ് ഉണ്ട് ഈ രാജ്യത്ത്. പറ്റിച്ചിട്ടുണ്ടാവും, കംപ്ലീറ്റ് ഇന്ത്യൻസിനെ പറ്റിച്ചിട്ടുണ്ടാവും. അല്ലാതെ എങ്ങനെ ഇത്ര സമ്പാദിക്കാനാ? രാവിലെ ചിന്നുമോളെ വെള്ളത്തിൽ നിന്ന് രക്ഷിച്ചവനാ, ഇപ്പൊ അവൻ മൂക്കറ്റം വെള്ളത്തിലാ. ഞാൻ പോയി. ഇന്ത്യ ഈസ് മൈ കൺട്രി. ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. ഇന്ത്യ എന്റെ രാജ്യമാണ്. ഞാൻ എന്റെ രാജ്യത്തെ കണ്ണിൽ കണ്ടവരെയൊക്കെ സ്നേഹിക്കും. സ്നേഹത്തിന്റെ വില മനസാക്ഷി ഇല്ലാത്തവർക്ക് മനസ്സിലാവില്ല. മനുഷ്യനെ സ്നേഹിച്ച കുറ്റത്തിന് ഈ സച്ചിദാനന്ദ മൂക്കിൽ എത്തുമെങ്കിൽ വന്ന് ചെത്താൻ പറഞ്ഞ തമ്പുരാനോട്. തനിക്കിപ്പോ എന്താ വേണ്ടത്? ഇന്ത്യയെ സ്നേഹിക്കാൻ ഇറങ്ങിയിരിക്കാൻ നട്ടപ്പാതിരാക്കി കള്ളും കുടിച്ച് 4 കാലം മേലെ. വൗച്ചറെ മണിയടി ചെന്ന് വിളിച്ചോണ്ട് വേണോ സ്വന്തം കിളവനെ. ഇതേതാണ് കത്തി എന്നറിയാനക്ക്? അസല് മലപ്പുറം. അവളാണ് തടി കേടാക്കണ്ടെങ്കിൽ സ്ഥലം വിട്ടോ ഓടാ. ഇനി മകൾ എന്നെ കണ്ടുപോയാൽ അഞ്ച് കിട്ടാമ് കിട്ടി നമ്മൾ കഴിച്ചു തരും. എന്താ പറഞ്ഞേ? നാരായണോടാണല്ലേ? നേരത്തെ പരിചയമുണ്ടോ? നിന്നോട് തന്നെ മേലോൻ തെറ്റിന് തിന്ന പട്ടി കഴുത. അങ്ങനെ മര്യാദ സംസാരിക്കുന്നു. അവിടെ മുങ്ങി ഇവിടെ പൊങ്ങി. എന്താ തോന്നില്ലേ? പോകുന്ന മട്ട് കാണുന്നില്ല. എനിക്ക് പ്രജകളോടൊന്നും പറയാനില്ല. പറയാനുള്ളത് മേനോൻ തമ്പുരാനോടാ. വിവരം വിളമ്പാൻ നിന്നെ ആരെയും ഇങ്ങോട്ട് വിളിച്ചില്ല. വിവരദോഷികൾ വന്ന് വിളിച്ചിട്ടല്ല, കാലാകാലങ്ങളിൽ വിവരമുള്ളവർ വന്ന് വല്ലതും പറഞ്ഞിട്ട് പോന്ന്. അപ്പോ ഞാൻ ഇവിടെ എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ഞാൻ അങ്ങോട്ട് പോവാ. ആ വെള്ളത്തിൽ കിടന്ന് ഈ കൊച്ചിന്റെ കാറ്റ് പോയിരുന്നെങ്കിൽ ഈ ലോകത്തിലെ സകല ചായത്തോട്ടങ്ങളും വിറ്റ് കിട്ടുന്ന പണം പ്രതിഫലമായി കൊടുത്താലും പോയ ജീവൻ തിരിച്ചു കിട്ടുമായിരുന്നോ? മനുഷ്യന് പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടപ്പോ ആവിഷ്കരിച്ച ഒരു സമ്പ്രദായമാണ് മഹനവനെ ഈ കാശ്. സമ്പാദിക്കേ, പൊതുതിരുവോളം സമ്പാദിക്കേ. ഒടുവിലൊരിക്കൽ ഒടയതമ്പുരാൻ മേലോട്ട് വിളിക്കുമ്പോ കംപ്ലീറ്റ് കൊണ്ടുപോയിക്കോണം. ഒന്നും ഇവിടെ ഇട്ടേച്ചു പോകരുത്. പോയവരാരും കൊണ്ടുപോയിട്ടില്ല. പിന്നെ അത്രയും വലിപ്പത്തിൽ കിടക്കുക ഭൂമി എന്നെ പോലുള്ളവൻ അലയാൻ. ഇത്രയും പറഞ്ഞില്ലായിരുന്നെങ്കിൽ എനിക്ക് ഉറക്കം വരത്തില്ലായിരുന്നു. ഗുഡ് നൈറ്റ്. എന്താണോ വായ പൊളിച്ച് നിൽക്കുന്നേ? പോലീസിനെ വിളിക്കണോ? അതിനവൻ പോയില്ലേ? അവനെങ്ങനെ പോയിക്കൂടാ?
ലൈറ്റ് അണയ്ക്കണ. പോലീസാ? അയ്യോ, പിന്നെ പോലീസാ? ഓടരുത്, ഒന്നും ചെയ്യില്ല. അവിടെ നിൽക്കാൻ. എന്നെ ഇവിടുത്തെ കളക്ടറായി നിയമിച്ചെന്നുള്ള സന്തോഷ വാർത്ത അറിയിക്കാനല്ലേ? ഒന്നും ചെയ്യൂലെന്ന് നമുക്കറിയാം. കൈ കിട്ടിയ നല്ല ബെസ്റ്റ് ഉന്നം. എന്താണ് പറഞ്ഞ? നല്ല ഉന്നം അല്ലേ? സാർ 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 പ്ലീസ്. അങ്ങോട്ട് നീങ്ങിക്കിട. ആ, ഇനി നിങ്ങൾ വയ്ക്കോളൂ. അപ്പൊ ഇവനെയാ നിങ്ങളുടെ സഹായം ഞാൻ ആവശ്യപ്പെട്ടത്. അയ്യോ, കസ്റ്റഡിയിൽ എടുത്തിട്ട് പിന്നെ ശരി, എടുത്തില്ലെന്ന് വെച്ചോളൂ, പേടിക്കണ്ട. എങ്കിൽ ഞങ്ങൾ ഇറങ്ങട്ടെ. ആ, ഇറങ്ങിയോ എന്റെ കാള്? വീണ്ടും ഭാഗരമേനോട് ഇന്ന് ഒരു എതിർത്ത് വാക്ക് ഒരാളും പറഞ്ഞിട്ടില്ല. നീ പറഞ്ഞു. അല്ല, നിങ്ങൾ ആരാണ് വിചാരം? അല്ല, ആരാ? എനിക്ക് മനസ്സിലാകാഞ്ഞിട്ട് ചോദിക്കാം. ഒരു മനുഷ്യനെ കിട്ടിക്കോളൂ. മനുഷ്യൻ മനനം ചെയ്യാൻ കഴിവുള്ള അവന് മനസ്സുണ്ടാകും, മനസാക്ഷി ഉണ്ടാവും. ഇതൊന്നും ഇല്ലാതെ നിങ്ങൾ എങ്ങനെ മനുഷ്യനാകുന്നത്? താൻ ഒരുപാട് പഠിച്ചതാണ്. ഓർമ്മ വെച്ച കാലം മുതൽ പഠിക്കുക. ഇപ്പോഴും അതെ. എവിടെയാ എന്റെ വീട്? ഓഹോ, ഇനിയിപ്പൊ കുടുംബം പേരോടെ പിഴുത് നശിപ്പിക്കാനായിരിക്കും. എങ്കിലേ എനിക്ക് അങ്ങനൊന്നില്ല. വീടും കുടുംബമൊന്നും ഇല്ലെങ്കിൽ പിന്നെ നീ ആരാ? ആ, നേരത്തെ ഇവിടെ വന്ന് വിളിച്ചു പറഞ്ഞതൊക്കെ നേരാണെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരുത്തൻ താങ്കളുടെ വിശ്വരൂപം കാണിച്ച് ഭയപ്പെടുത്തി മാപ്പ് പറയിക്കാനാണെങ്കിൽ മാപ്പ് എന്നൊരു വാക്ക് ഈ സച്ചിദാനന്ദന്റെ നിഘണ്ടുവിലില്ല. ശിക്ഷകൾ വല്ലതും ബാക്കിയുണ്ടെങ്കിലാവാം. രക്ഷിക്കാനല്ലല്ലോ, ശിക്ഷിക്കാനല്ലേ ഭൂഗോളം വിരൽത്തുമ്പിലിട്ട് കറക്കുന്ന തമ്പുരാക്കന്മാരൊക്കെ പഠിച്ചിട്ടുള്ളൂ. ഡു ദാറ്റ് മാൻ. ശിക്ഷ ഞാൻ ആ വാക്ക് പറഞ്ഞില്ല കുട്ടി. ഇല്ലേ? എങ്കിൽ ഞാൻ പൊയ്ക്കോട്ടെ. ഈ കാഴ്ച ബംഗ്ലാവിലെ കൗതുകങ്ങൾ കണ്ടു നിൽക്കാൻ എനിക്ക് നേരമില്ല. നിക്ക്, ഇനി എന്റെ അനുവാദം കൂടാതെ നീ ആ പടി കടക്കില്ല. നീ ഇന്ന് വെള്ളത്തിൽ നിന്ന് കോരിയെടുത്തത് എന്റെ ജീവനായി. ഇന്നെന്റെ ചിന്നുമോളുടെ ആറാം പിറന്നാളായി. ഈശ്വരൻ നിന്നെ ഏറ്റില്ലായിരുന്നെങ്കിൽ ഈ വീടിന്റെ വിളക്കേ അണഞ്ഞു പോകുമായിരുന്നു. മാപ്പെന്നൊരു വാക്ക് എന്റെ നിഘണ്ടുവിലുണ്ട്. ആശുപത്രിയിൽ അപ്പോഴത്തെ ഒരു വികാരത്തിന് എനിക്ക് പറ്റിപ്പോയതൊക്കെ ഈശ്വരനോടല്ല, മനുഷ്യനോട് പറയാനുള്ള ഏറ്റവും അർത്ഥമുള്ളൊരു വാക്കാണ് മാപ്പ്. നിന്നോട് ഞാനിത് പറഞ്ഞു കഴിഞ്ഞു.